അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉത്തര കൊറിയയെ ലക്ഷ്യമിട്ട് സുരക്ഷാ സഖ്യം രൂപീകരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി റഷ്യ. ഉത്തര കൊറിയയെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു നീക്കവും കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നറിയിപ്പ് നൽകി. ഉത്തര കൊറിയയ്ക്കെതിരെ സൈനിക സഖ്യം രൂപീകരിക്കുന്നതിനെതിരെ US, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഉത്തര കൊറിയയിലെ വോൺസാൻ നഗരത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ലാവ്റോവ് ഈ ശക്തമായ പ്രസ്താവന നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ സന്ദേശം ലാവ്റോവ് കിം ജോങ് ഉന്നിനെ അറിയിച്ചു. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ ഓരോ ഘട്ടത്തിലും തന്റെ രാജ്യം നിരുപാധിക പിന്തുണ നൽകുമെന്ന് കിം പറഞ്ഞു. തന്ത്രപരമായ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര വേദികളിൽ ഐക്യത്തോടെയുള്ള പ്രവർത്തനം ശക്തമാക്കാനും ലാവ്റോവ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവ ഉത്തര കൊറിയയ്ക്ക് ചുറ്റും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആർക്കുമെതിരെ, പ്രത്യേകിച്ച് ഉത്തര കൊറിയയ്ക്കും റഷ്യയ്ക്കുമെതിരെ ഒരു സഖ്യം രൂപീകരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുവെന്ന് ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ചോങ് സൺ ഹുയിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ലാവ്റോവ് പറഞ്ഞു. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ റഷ്യയ്ക്ക് സൈനികരെയും ആയുധങ്ങളെയും നൽകുന്നുണ്ട്. അതേസമയം റഷ്യ തിരിച്ച് അതിന് സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങളും നൽകുന്നുണ്ട്. ഇത് ദക്ഷിണ കൊറിയയെയും അമേരിക്കയെയും മറ്റ് രാജ്യങ്ങളെയും ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. ഉത്തര കൊറിയയ്ക്ക് റഷ്യയ്ക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ നൽകാൻ കഴിയുമെന്ന് ദക്ഷിണ കൊറിയ, US, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അവരുടെ ആണവ മിസൈൽ പദ്ധതികളെ കൂടുതൽ മികച്ചതാക്കുമെന്ന ഭയവുമുണ്ട്. അതേസമയം ഉത്തര കൊറിയയുടെ വളർന്നുവരുന്ന ആണവ പദ്ധതിക്ക് മറുപടിയായി അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സൈനിക അഭ്യാസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.